നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. ദൈവത്തിൻ്റെ മന്ദിരത്തെ നിങ്ങൾ നശിപ്പിക്കരുത്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നാണ് ശ്ലീഹ വായനയിലൂടെ നാം കേട്ടത്. നമ്മെ സംബന്ധിച്ച് ദേവാലയം എന്നതിന് 2-3 തലങ്ങളുണ്ട്, നമുക്ക് നല്ലതുപോലെ അറിയാം. ഒന്ന്, സഭ ദൈവത്തിൻ്റെ ആലയമാണ്. നാം നിൽക്കുന്ന ഈ ദേവാലയം ദൈവത്തിൻ്റെ ആലയമാണ്. അതുകൊണ്ടാണല്ലോ ദേവാലയം എന്ന് പേരിട്ടിരിക്കുന്നത്. ദൈവം വസിക്കുന്ന ഇടം. ലോകത്തിലെ എല്ലാ ഇടങ്ങളിലും ദൈവസാന്നിധ്യമുണ്ട് എന്ന് നാം പറയുമ്പോഴും ചില പ്രത്യേക സ്ഥലങ്ങളെ സ്പെസിഫിക്കായി ദേവാലയങ്ങളാക്കി മാറ്റിയിരിക്കുന്നു. അതാണ് സഭ. അതാണ് നാം ഇപ്പോൾ ആയിരിക്കുന്ന ദേവാലയം. അതാണ് ഒന്നാമത്തെ ഡയമെൻഷനിൽ നാം കാണേണ്ട കാഴ്ച. ദേവാലയത്തെയും സഭയെയും വിശുദ്ധമായി കാത്തുസൂക്ഷിക്കുവാൻ നമുക്കൊരു വിളിയും നിയോഗവും ഉണ്ടാകും. രണ്ടാമത്തെ തലത്തിൽ നാം കാണുന്നത് നാം വസിക്കുന്ന നമ്മുടെ ഭവനങ്ങളാണ്. ഭവനങ്ങളിൽ ദൈവമാണ് വസിക്കേണ്ടത്. ദൈവമാണ് നായകൻ. ദൈവം വസിക്കുന്ന ഇടങ്ങളായിരിക്കണം നമ്മുടെ കുടുംബങ്ങൾ. ഭവനത്തിൽ ദൈവഹിതമല്ലാത്തത് എന്തെങ്കിലും നടക്കുന്നുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരു ദൈവാലയമല്ല, ദൈവഭവനവുമല്ല എന്ന് മലമേൽ ശോഭിക്കുന്ന വിളക്ക് പോലെ ശോഭിക്കേണ്ടതാണ് നമ്മുടെ ഭവനങ്ങൾ എന്നത് നാം മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ യാഥാർത്ഥ്യമാണ്. മൂന്നാമത്തെ തലമാണ് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ ഇവിടെ പറയുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാകും. ഞാനും നിങ്ങളുമൊക്കെ ദൈവം വസിക്കുന്ന ആലയങ്ങളാണ്. ഭാരത പാരമ്പര്യത്തിൽ ഒരാൾ മറ്റൊരാളെ കാണുമ്പോൾ കൈകൂപ്പി വണങ്ങണം എന്ന് കൃത്യമായ ഒരു നിഷ്ഠ നമുക്കുള്ളതാണ്. ഒരാൾ മറ്റൊരാളെ കണ്ട് കൈകൂപ്പി വണങ്ങുന്നതിൻ്റെ അർത്ഥം ആ ആള് ദൈവസാദൃശ്യവും ദൈവസ്വരൂപവുമാകുന്നു. ആ ആളിൽ കുടികൊള്ളുന്നത് ദൈവമാണ്. നാം വാങ്ങിപ്പോകുമ്പോഴും നമ്മുടെ വേർപാട് കഴിഞ്ഞ് കുടീരത്തിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും പിന്നെയും വന്ന് നമ്മുടെ കുടീരത്തിൽ ധൂപം അർപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, പ്രാർത്ഥിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം ദൈവം വസിക്കുന്ന ഒരു ആലയം ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. കർത്താവിൻ്റെ മരണത്തിൽ അവൻ്റെ ശരീരവും ആത്മാവും തമ്മിൽ വേർപെട്ടു എന്ന് പറയുമ്പോഴും അവൻ്റെ ശരീരത്തിൽ നിന്നോ ആത്മാവിൽ നിന്നോ ദൈവത്വം വേർപെട്ടു പോയില്ല എന്ന് നാം നമ്മുടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്. അതേ അനുഭവം തന്നെയാണ് കർത്താവിൻ്റെ ശരീരവും മണവാട്ടിയും മന്ദിരവുമായ സഭയിൽ ജീവിക്കുന്ന ദൈവാലയങ്ങളാകുന്ന നമ്മിൽ നിന്നും ദൈവത്വം എന്നത് നാം വാങ്ങിപ്പോയാലും മാറിപ്പോകുന്നില്ല. അത്രമാത്രം ഉറച്ചു നിൽക്കുന്ന ഒന്നാണ്. നാം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു. പരിശുദ്ധ മാമോദീസ എന്ന കൂദാശ വഴി പരിശുദ്ധ മൂറാൻ കൊണ്ട് നാം അഭിഷേകം ചെയ്യപ്പെട്ടു കഴിയുമ്പോൾ നാം എല്ലാവരും ദൈവത്തിൻ്റെ ആലയങ്ങളായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നാം ദൈവം തന്നിരിക്കുന്ന ഈ മന്ദിരത്തെ അതിവിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന ഒരാഹ്വാനം ഇവിടെ ഉണ്ട് എന്ന് നാം എല്ലാവരും ഓർത്തുകൊള്ളണം. അതിനുവേണ്ടി മറ്റു ചില കാര്യങ്ങളാണ് സുവിശേഷ ഭാഗത്തിൽ ഇവിടെ വളരെ ഭംഗിയായി പറയുന്നത്. ദൈവമന്ദിരമാകുന്നു എന്ന് നാം നമ്മെക്കുറിച്ച് പറയുമ്പോഴും നാം മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട സാധാരണ മനുഷ്യരാകുന്നു എന്ന മറ്റൊരു ചിന്ത കൂടി അവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ വരുന്നു പോകാനുള്ള സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് ഉണ്ടാകുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്നവർ അത് ഒരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കാത്തു സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാനെന്ന് വളരെ ഭംഗിയായി പറയുകയാണ്. നിന്റെ സഹോദരൻ കുറ്റം ചെയ്തുവെങ്കിൽ നീയും അവനും മാത്രമുള്ളപ്പോൾ അവനോട് അതിനെക്കുറിച്ച് സംസാരിച്ച് ക്രമപ്പെടുത്തുവാനായി ശ്രമിക്കുക എന്ന് പറയുന്നുണ്ട്. അതാണ് സാമാന്യ മര്യാദയുള്ള ഒരു ലോകത്തിൽ വേണ്ടത്. സഹോദരന്റെ തെറ്റ് കാണുമ്പോൾ ഉറക്കെ വിളിച്ച് പറയുന്നതിന് മുമ്പായി ആദ്യം അവനുമായി രഹസ്യത്തിൽ കൂടിക്കാഴ്ച നടത്തി കറക്ഷൻ വരുത്താമെങ്കിൽ അത് ചെയ്യുക എന്നത് ഇവിടെ കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. വീണ്ടും കർത്താവ് പറയുകയാണ്, അതിൽ നീ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിൽ
നീ 2-3 പേരെ സാക്ഷികളാക്കി നിർത്തി പറഞ്ഞു നോക്കുക, കറക്റ്റ് ചെയ്യുക. അതും പരാജയപ്പെടുന്നെങ്കിൽ സഭയോട് പറയുക. സഭയോട് പറയുക എന്ന് പറഞ്ഞാൽ there should be a proper procedure if there is a need for correction എന്നുള്ളതാണ് സഭയോട് പറയുക. സഭയുടെ കാര്യത്തിലും സഭ പറഞ്ഞിട്ടും അവൻ കേൾക്കുന്നില്ല എങ്കിൽ അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ ആയിരിക്കും എന്ന് പറയുന്നു. അതായത് നമ്മുടെ സഹോദരനെ നാം തള്ളിക്കളയുന്നതിന് മുമ്പ് അത്യാവശ്യം വേണ്ട ഒരു പ്രൊസീജിയർ കീപ്പ് ചെയ്യണം എന്നർത്ഥം. ആ പ്രൊസീജിയർ ഇന്നതാണ്: നീ നിന്റെ ഭാഗം വ്യക്തമായി കാത്തു സൂക്ഷിച്ച് വേണം സഹോദരനെ തള്ളിക്കളയുവാനായിട്ട് ശ്രമിക്കാൻ. ഇന്നത്തെ നമ്മുടെ ജീവിതക്രമത്തിൽ അങ്ങനെയൊന്നുണ്ടോ എന്നത് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. എസെക്കിയേൽ പ്രവാചകൻ വളരെ ശക്തമായി പറയുന്നുണ്ട്, നീ നിന്റെ സഹോദരനെ നേരണമെങ്കിൽ ആദ്യം നീ അവനുമായി നീ ചെയ്യാനുള്ളത് ചെയ്തിട്ട് അവനോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. അതിലവൻ തിരിച്ചു വന്നില്ലെങ്കിൽ അവനാണ് കുഴപ്പക്കാരൻ, നീ അല്ല എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വീണ്ടും പറയുന്നുണ്ട്, നീ അവനോട് പറയാതെയും കറക്റ്റ് ചെയ്യാതെ ഇരുന്നാൽ അവന്റെ കുഴപ്പത്തെക്കാൾ കൂടുതൽ നിനക്കാണ് കുഴപ്പമുള്ളത് എന്ന് യഹോവയായ ദൈവം തമ്പുരാൻ എസെക്കിയേലിലൂടെ നമ്മോടും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ അധികമായി ദീർഘിപ്പിക്കുന്നില്ല. സഹോദരനെ കൂട്ടിനിരുത്തി കറക്റ്റ് ചെയ്ത് സ്വയം കറക്റ്റ് ചെയ്യപ്പെട്ട് ഏക മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നിന്റെ പ്രാർത്ഥനയ്ക്ക് ഫലം ഉണ്ടാകുന്നത്. ഏക മനസ്സുള്ളവരായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ നിൽക്കുകയും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൽ നിന്ന് അങ്ങനെയുള്ളവർക്ക് പ്രതിഫലം ലഭിക്കും എന്നാണ്. കണ്ടീഷൻസ് എപ്പോഴും ഉണ്ട്, വ്യവസ്ഥകളുണ്ട്. നമ്മളൊക്കെ ചിന്തിക്കണം, ആരാധനയിലും പ്രാർത്ഥനയിലും നാം വന്ന് നിന്നു എന്നൊരു കാര്യമായില്ല. there are some conditions you have to keep. അത് തിരുമേനി ആയാലും അച്ഛനായാലും ശുശ്രൂഷകനായാലും വിശ്വാസിയായാലും ആരായാലും കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളെ കൃത്യമായി പാലിച്ചിരിക്കണമെന്ന് നിർബന്ധപൂർവ്വം പറയുന്നു. അങ്ങനെ ഏക മനസ്സുള്ളവർ 2-3 പേർ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ടാകും എന്നാണ് ഇവിടെ കർത്താവായ യേശു തമ്പുരാൻ സ്ലീഹന്മാരോട് പറയുന്നത്. ഞാനെൻ്റെ വാക്കുകളോട് ഉപസംഹരിക്കട്ടെ. ദൈവമക്കൾ എന്ന നിലയ്ക്ക് സഹോദരങ്ങളെ ചേർത്ത് നിർത്തി ഏക മനസ്സുള്ളവരായി ദൈവത്തോട് കൃപ യാചിക്കുവാനും ദൈവത്തിൻ്റെ കൃപ പ്രാപിക്കുവാനും ഏകോദര സഹോദരങ്ങൾ എന്ന നിലയ്ക്ക് കർത്താവിനോട് ചേർന്ന് നിന്ന് സഭാജീവിതം നയിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് ഇടയാകട്ടെ. നാം ദൈവാലയം, നമ്മുടെ സഹോദരങ്ങളും ദേവാലയങ്ങളുടെ സമുന്നയം അനുഗ്രഹത്തിന് കാരണമായി മാറട്ടെ. ദൈവം നമ്മെ എല്ലാവരെയും